ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പുറത്ത് മൊത്തം ഇരുട്ടാണല്ലോ. അപ്പോൾ സമയം വെളുപ്പിന് 5 മണിയാണ്. സോ ഇന്നൊരു ഫോട്ടോഷൂട്ട് ഡേ ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് ലൊക്കേഷൻ. അപ്പോൾ അവിടെ ചെന്നിട്ടായിരിക്കും നമ്മൾ ഹെയറും കോസ്റ്റ്യൂമും ഒക്കെ റെഡി ആവുക. അപ്പോൾ ഇന്ന് 3 കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കോസ്റ്റ്യൂം നമ്മൾ സൺറൈസ് ആ ടൈമിൽ എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് 5 മണിക്കാണ് എത്താൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇപ്പോഴേ ലേറ്റാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു 3 കോസ്റ്റ്യൂം ചേഞ്ച് ഒറ്റ ദിവസം തന്നെ ഫോട്ടോഷൂട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയിൽ പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ മേക്കപ്പ് തുടങ്ങാൻ പോവാണ്. ഇതാണ് ഷൈനി ചേച്ചി. ഹായ് പറയൂ. എനിക്ക് എൻ്റെ മോസ്റ്റ്ലി ഫോട്ടോഷൂട്ട് ചെയ്യണത് ചേച്ചിയാണ്. ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഷാസ് മേക്ക് ഓവറാണ്. ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ആദ്യം സൺറൈസ് സമയത്ത് നമ്മൾ ആദ്യം തമിഴ് സ്റ്റൈലാണ് ചെയ്യണം അല്ലേ. അപ്പോൾ തമിഴ് സ്റ്റൈലാണ് ആദ്യം ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു അടുത്ത് മനയുണ്ട്, പട്ടാമ്പി വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് വരാം. ഗൈസ്, റെഡിയായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലുക്ക് കംപ്ലീറ്റായി. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ലുക്ക് തമിഴ് സ്റ്റൈലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സാരി ഡ്രൈപ്പിങ്ങും ലൈക്ക് ഫുൾ ഡിഫറെൻറ്റാണ്. നമ്മൾ നോർമലി സാരി ഉടുക്കണ പോലെയല്ല. തമിഴ് സ്റ്റൈല്. ഓർണമെൻറ്റ്സ് ആണെങ്കിൽ ഓർണമെൻറ്റ്സ് നമുക്കൊരു ഭരതനാട്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സിൻ്റെ ഒരു ഫീല്. പിന്നെ സാരി ഉടുക്കണ നിങ്ങൾക്ക് ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. മേക്കപ്പ് ഇഷ്ടമായി. ഒരു ഡാർക്ക് ബ്രൗൺ ഗോൾഡൻ സ്മോക്കിയായാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. പിന്നെ മേക്കപ്പും അത്ര ഓവറൊന്നുമല്ല, സട്ടിൽ മേക്കപ്പ്. സോ അപ്പം നമ്മൾ പ്ലാൻ ചെയ്തത് വെയിൽ വരുന്ന മുമ്പ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ റെഡി ആയിരുന്നെങ്കിൽ എടുക്കാമെന്നാണ്. പക്ഷെ നടന്നില്ല. സോ ഇപ്പം നമ്മളൊരു മനയിൽ പോയി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ അവിടെ വെയിലിൻ്റെ അത്ര പ്രശ്നം വരില്ല. സോ ഇതാണ് ഫസ്റ്റ് ലുക്ക്. ഇനി 2 ലുക്കും കൂടി ഉണ്ട്. അപ്പം നിങ്ങൾക്കിതിൽ ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ആവും. ഓക്കെ, എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗായ്സ്, നമ്മൾ റെഡി ആയിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ് ഷോട്ട് എടുക്കാൻ വേണ്ടി. ഫോട്ടോഗ്രാഫർ ചേട്ടൻ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയൊക്കെയോ റിബൺ വെച്ചിട്ട്. ഡിസൈനർ ചേച്ചി ഇരിക്കുന്നു. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി. സോ സൺറൈസ് സമയത്ത് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എത്ര മണിയായി ചേച്ചി? 10 മണി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ലുക്കിൻ്റെ ഷൂട്ട് കംപ്ലീറ്റായി. 12:30 ഇനി 2 ലുക്കുണ്ട്. ഒരു ലുക്ക് നമ്മൾ ഇൻഡോർ സെറ്റ് ചെയ്തിരിക്കാം. ഒരു പാർട്ടി ലുക്കായിട്ടാണ്, വെയിലൊക്കെ ഇട്ടിട്ട്. പിന്നെ ഈ തമിഴ് സ്റ്റൈൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ചെയ്യണത് ഞാൻ. അപ്പോൾ ഇനി 3ാമത്തെ പട്ടാമ്പി പുഴേൻ്റെ അവിടെ എടുക്കണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് വെയിലൊക്കെ ആറി വൈകുന്നേരം. 2 ലുക്കുണ്ട്. നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും വെള്ളം കുടിക്കണം. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. ഒരു ഹിന്ദു ബ്രൈഡാണ് വിത്ത് ഷോൾ. നമ്മളിവിടെ പട്ടാമ്പി പുഴേൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. സോ ഞങ്ങൾ ഉച്ചയ്ക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയായപ്പോൾ റൂമിലെത്തി. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തു, ഫുഡ് കഴിച്ചു. പിന്നെ ഈ സമയമായി ഇപ്പോൾ ഒരു ലുക്ക് കൂടി ഉണ്ട്. അത് ഇൻഡോറാണ്. അപ്പോൾ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ഡ്രസ്സിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. 45 സംതിങ് ആയി. ഇനി വേഗം റൂമിൽ ചെന്ന് ഇതെല്ലാം മാറ്റി 3rd ലുക്കിലേക്ക് മാറണം. 8 മണിയാകുമ്പോഴത്തേക്ക് കഴിയുമാവും. അപ്പം നല്ല സൺസെറ്റാണ്. ഞാൻ കാണിച്ചു തരാം. അതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഫോട്ടോസും റീൽസും ഒക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ ചിലപ്പോൾ കാണാമായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡായി കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് ചെക്ക് ചെയ്യും. ഇവിടെ ഇങ്ങനെ ടാഗ് ചെയ്യാം, നന്ദനാനന്ദ് ഒഫീഷ്യൽ. സോ നമ്മുടെ സെക്കൻഡ് ലുക്ക് ഒരു ഹിന്ദു ബ്രൈഡ് കംപ്ലീറ്റ് ആയി. Wow, look at the sunset, guys.
സോ 9:30 ആയി, ഷൂട്ട് കംപ്ലീറ്റ്. 3 കോസ്റ്റ്യൂം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ലേറ്റായി, ഇനി ഇതെല്ലാം അഴിച്ച് പറിച്ചിട്ട് വീട്ടിൽ പോകണം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടമായത് കമൻറ്റ് ഡൗൺ ബിലോ. സോ ബൈ.